അങ്ങനെ ജിസാനത്തെ വർക്കൊക്കെ തീർത്ത് നമ്മളിനി നേരെ പോകുന്നത് അബഹയിലേക്ക്. നമ്മളെ പണിയൊക്കെ തീർത്ത് ഇറങ്ങുമ്പോൾ രാത്രി 8 മണിയായിട്ടുണ്ട്. പോകുമ്പോൾ ഓരോ ചുരങ്ങളും കയറാണ്ട്. ഇവിടുത്തെ ഈ ടണലൊക്കെ കാണാൻ ഏതായാലും വളരെ ഉഷാറട്ടോ. എന്താ രസം, അതിനകത്ത് ലൈറ്റൊക്കെ വെച്ചിട്ട്. രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അബഹയിൽ എത്തിയപ്പോൾ അവിടെ നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ ഓനക്ക് ഓൻ്റെ ഉപ്പാനെയും ഓൻ്റെ ഉപ്പാക്ക് ഓനെയും കണ്ട സന്തോഷത്തിലാണ്. നമ്മൾ തൻവീറിൻ്റെ ഉപ്പാൻ്റെ റൂമിൽ കയറി ഒരു ചായ ഉണ്ടാക്കി തന്ന് അവരെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുക. 1.5 വർഷം കഴിഞ്ഞിട്ട് അവർ ഇപ്പോഴാണ് കാണുന്നത്. ഓൻ്റെ ഉപ്പാൻ്റെ റൂമിൽ തന്നെ നമുക്കെല്ലാം സുഖമായിട്ട് ഉറങ്ങാനുള്ള സൗകര്യമൊക്കെ അവർക്ക് തന്നിരുന്നു. നമ്മൾ രാവിലെ എണീറ്റ് അതിയായ തണുപ്പും തുടങ്ങിയിരുന്നു. നേരത്തെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്കുള്ള പോക്കാം. അബഹയിലെ ഈ പള്ളിക്ക് ഒരു ചരിത്രമുണ്ട്. പള്ളിയിലെ ഇമാമ് റമളാന്റെ സമയത്ത് തറാവിക്ക് 3 ദിവസം കൊണ്ടാണല്ലോ അവർ ഖുർആൻ ഖത്തം തീർക്കല്. നമ്മളൊക്കെ നാട്ടിലാവുമ്പോൾ എവിടെ ഏത് പള്ളിയിൽ ആദ്യം തറാവി തീരാന്ന് നോക്കുന്ന ആൾക്കാർ. അപ്പോഴാണ് ഈ പള്ളിയിൽ 3 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കാന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര സമയം എടുക്കും? പള്ളീൻ്റെ അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ മലയാളി ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. അങ്ങനെ തൻവീറിൻ്റെ ഉപ്പാനോട് യാത്ര പറഞ്ഞ് നമ്മളോട് യാത്ര തിരിച്ചു. ഈ റോഡൊക്കെ നോക്കി നമ്മളെ വീഗാലാൻഡ് ചെന്ന കാണല്ലോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ, അതേപോലുള്ള കുറച്ച് റോഡൊക്കെ. എന്തായാലും കാണാത്ത കുറേ റോഡുകളും കാണാത്ത കുറേ സ്ഥലങ്ങളും കാണാൻ പറ്റിയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾക്ക് പറ്റിയ അടിപൊളി സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് അബഹ. കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചൂടുണ്ടാകുമ്പോഴും ഇവിടെ ചൂടുണ്ടാവില്ല. നമ്മൾ പോയ വഴിയല്ല തിരിച്ചിറങ്ങുന്നത്, തിരിച്ച് വേറെ വഴിയാണ് ഇറങ്ങുന്നത്. എന്നാലും ആ കുന്നിൽ നിന്ന് താഴേക്ക് ഇറങ്ങണമല്ലോ. എന്തായാലും ഈ മലയൊക്കെ തുറന്ന് അവർ ഈ ടണലാക്കി മാറ്റിയത് എന്ത് അടിപൊളി ടണലായി. ഈ ചുരത്തിൻ്റെ മുകളിൽ ഇവർ ഈ ടണലൊക്കെ ഉണ്ടാക്കിയത്. എന്തായാലും നല്ല കാഴ്ചകളാണ് ചുരം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും. ഇറങ്ങുന്ന സമയത്ത് ഒന്ന് സൈഡാക്കി നമ്മളൊന്ന് വീഡിയോ പകർത്താൻ വേണ്ടി അവിടെ ഇറങ്ങുമ്പോഴും അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. നല്ല പടുകൂറ്റ മലകളൊക്കെ കണ്ട് അധികം എവിടെയും നിർത്തി കാണാനും പറ്റൂല. കാരണം നമ്മൾ ടൂർ വന്നതല്ലല്ലോ, നമ്മൾ പണിക്ക് വന്നതല്ലേ. വേറെയും പണികൾ കാത്ത് ഓരോരോ സ്ഥലങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ട്. മാത്രമല്ല ഇന്ന് വെള്ളിയാഴ്ച കൂടെ ആയതുകൊണ്ട് വഴിയിൽ എവിടെയെങ്കിലും പള്ളി കിട്ടുമോ എന്നുള്ളതും അറിയില്ല. ഇറങ്ങി വരുമ്പോൾ കഴുതകളും കുരങ്ങന്മാരൊക്കെ കണ്ടു കിട്ടും. കുരങ്ങന്മാരേതായാലും നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഓരോ റോഡായതുകൊണ്ട് നമുക്ക് വെള്ളിയാഴ്ച എവിടെയും പള്ളി കിട്ടിയില്ല. ഇടക്കൊന്ന് ക്ഷീണം മാറ്റാൻ നമ്മൾ ഓരോ ഓറഞ്ചൊക്കെ വാങ്ങി കഴിച്ചു. ഇതില്ല, അവസാനം നമ്മൾ എത്തി. ഇനി എന്താ പണിയെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസത്തെ അലക്കാനുണ്ട്. അതൊക്കെ അലക്കാനിട്ട് ഞാൻ നേരെ ബാർബർ ഷോപ്പിൽ പോയി. അത് കഴിഞ്ഞ് ഇനി നേരെ ഒരു കുളിച്ച് ഉറങ്ങണം. അപ്പോൾ ശരി, കൂടുതൽ വിശേഷങ്ങളുമായി പിന്നെ വരാം.